പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സഭ വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈശോയുടെ കരുണയുടെ ചിത്രം നാം കാണുമ്പോൾ ഫൗസ്റ്റീനാമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് വരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നാട്ടുകാരിയായ പോളണ്ടുകാരിയാണ് ഫൗസ്റ്റീനാമ്മ. ആ ഫൗസ്റ്റീനാമ്മയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് 2000 ആണ്ടിൽ. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈശോയുടെ ദർശനങ്ങൾ ലഭിച്ച വ്യക്തി, ഈശോ തൻ്റെ കരുണ വെളിപ്പെടുത്തുവാനും കരുണയുടെ സന്ദേശവാഹകയാകാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഫൗസ്റ്റീനാമ്മ. അതുകൊണ്ട് ഡയറി ഓഫ് ഫൗസ്റ്റീനാമ്മയുടെ ഡയറി അതിസുന്ദരമായ ഗ്രന്ഥമാണ്. ദൈവം ഈശോ വെളിപ്പെടുത്തിയ വെളിപാടുകൾ, സ്നേഹത്തിൻ്റെ വെളിപാടുകൾ ഒക്കെ നമുക്ക് കാണാം. കരുണക്കൊന്ത, ഈശോയുടെ കരുണ പാപികളുടെ മേൽ ഉണ്ടാകുവാനായിട്ടുള്ള കരുണക്കൊന്തയും കരുണയുടെ ലുത്തിനിയെയും എല്ലാം ഫൗസ്റ്റീനാമ്മ വഴി നമുക്ക് ലഭിച്ചതാണ്. ആകയാൽ ഈ വലിയ വിശുദ്ധിയോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ വിശുദ്ധിയിലൂടെ യേശുനാഥൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവിക കരുണയുടെ ഈ കുദാശയിൽ പങ്കുചേർന്ന ആ കരുണ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുമുള്ള അനുഗ്രഹം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദീപബലിയിൽ നമ്മൾ വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദര സിഗ്ബർട്ട് ഡിക്കോത്തോ, ട്രേസി ഫരിയ, ആൻ്റണി കുരിശിങ്കൽ, OL ജോൺ ഓടത്തകൽ, സ്റ്റീഫൻ വൈക്കത്തുശ്ശേരി, ചാർലി കുന്നേൽ, വർഗീസ് ജോയി പാലിക്കാപ്പറമ്പിൽ, ജോസഫ് ഷിബു ആൻഡ് ജോസഫ് സേവിയർ കൈതുവളപ്പിൽ, അലൻ ഡിസിൽവ ആൻഡ് ഐറീൻ ഡിസിൽവ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം സകല വിശുദ്ധന്മാരുടെ മാധ്യസ്ഥ്യവും നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ശ്രമിക്കണമേ. കന്യകയായ വിശുദ്ധ ഫൗസ്തീനാമ്മയുടെ സ്മരണ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ ഈ കന്യകയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ദൈവിക കരുണയുടെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. സുവിശേഷം ഞാൻ മനുഷ്യരിൽ നിന്നല്ല സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. സഹോദരരെ, ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് നൽകിയത്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്, അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം. അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്തൊരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. യേശു പ്രതിപദിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തിയെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചു കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ആദ്യത്തെ വായനയിൽ പൗലോസ്ലീഹ തനിക്ക് കിട്ടിയ വെളിപാടിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് നമുക്കൊരു അത്ഭുതം തന്നെയാണ്. കാരണം യേശുവിനെ കേട്ടിട്ടില്ലാത്ത വ്യക്തി, അപ്പോസ്തലന്മാരുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ലാത്ത പൗലോസ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷകനായതും ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ പുതിയ നിയമത്തിൽ എഴുതിയതും പൗലോസാണെന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് കിട്ടിയ ഈ സുവിശേഷം വേറെ ആരിൽ നിന്നുമല്ല, എനിക്ക് നേരിട്ട് യേശു വെളിപ്പെടുത്തി തന്നതാണ്. അത് വളരെ വ്യക്തമാണെന്നും ചരിത്രപരമായ യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയാം. ഇപ്രകാരമുള്ള ദൈവികമായ വെളിപാടിൻ്റെ മഹത്വമാണ് പൗലോസ് പറയുക. അതുകൊണ്ട് ഇതിനെതിരായി ഒരു മാലാഖ വന്ന് പ്രസംഗിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. യേശുനാഥൻ്റെ വെളിപാട് നമുക്കെപ്പോഴും ദൈവികമായ സന്ദേശം അതിലൂടെ തരികയാണ്. ഫൗസ്തീനാമ്മയിലൂടെയും കരുണയുടെ സന്ദേശം ഈശോ വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് ഈ ദൈവികമായ വെളിപാടുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാനും അത് നമ്മുടെ ജീവിതത്തെ ഭരിക്കുവാനും നയിക്കാനും എപ്പോഴും ഇടയാവട്ടെ. പ്രിയ സഹോദരരെ, ഈ ബലിയോടൊപ്പം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും മറ്റെല്ലാ സഭാ നേതാക്കന്മാരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധ ഫൗസ്തീനാമ്മയിലൂടെ അങ്ങ് വെളിപ്പെടുത്തി തന്ന ദൈവിക കരുണ അനുദിനം അനുഭവിക്കാനും ആ കരുണ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദര സിഗ്ബ ഡിക്കോത്തോ, ട്രേസി ഫരിയ, ട്രസി ഡിക്കോത്തോ, ആന്റണി, ജോൺ, സ്റ്റീഫൻ, ചാർലി, വർഗീസ് ജോയ്, ജോസഫ് ഷിബു, ജോസഫ് സേവ്യർ, അലൻ ഡിസിൽവ, ഐറീൻ ഡിസിൽവ എന്നിവരെ സമർപ്പിക്കുന്നു. ഇവർക്കെല്ലാവർക്കും അങ്ങയുടെ നിത്യസമ്മാനത്തിൽ പങ്കാളിത്തം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ബ്രയൻ ലൂയിസിനെ സമർപ്പിക്കുന്നു. ഇനിയും അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയുടെ പ്രിയമകനെ കാത്തുപാലിക്കണമേ എന്ന്
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെല്ലാ അധ്വാനങ്ങളും ഫലമണിയാൻ അനുഗ്രഹിക്കണമേ. പണിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് സമൃദ്ധമായ പണി ലഭിക്കാനും മത്സ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാ പ്രതിബന്ധങ്ങളും നീക്കിക്കിട്ടുവാനും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുടെ പ്രിയ മക്കളെ, കൊറോണ രോഗബാധയിൽ നിന്നും മറ്റ് തിന്മകളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജപമാല ഭക്തിയിൽ അനുസ്യൂതം വളരുവാൻ ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധ ഫൗസ്തീനാമ്മയുടെ മാധ്യസ്ഥ്യം വഴി അങ്ങ് സ്വീകരിച്ച് അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടുകൊള്ളണമേ. സന്തതമൊരുങ്ങിയ കാഴ്ചകളെ നിൻ തിരുമേനി രക്തരുമായി സന്തതമൊരുങ്ങിയ കാഴ്ചകളെ സ്വർഗപിതാവിന് നൽകുക നാഥ പരിഹാരത്തിൻ ബലിയായി. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി കാരുണ്യവാനായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കന്യകയായ വിശുദ്ധ ഫൗസ്തീനാമ്മയിൽ അങ്ങയുടെ വിസ്മരണീയമായ കർമ്മങ്ങൾ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ വിശുദ്ധർക്ക് അങ്ങയുടെ കരുണയുടെ മുഖം നൽകി അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ഈ കാഴ്ചവസ്തുക്കളും അങ്ങയ്ക്ക് സ്വീകാര്യമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിനെ സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങയുടെ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണല്ലോ. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദിമ കൃപാവര പദവിയിലേക്ക് അങ്ങ് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് ഇഹത്തിൽ തന്നെ അങ്ങ് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ കുറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, വീണ്ടും വരുന്നതുവരെ ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റ് പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുനാഥന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടും സന്യാസികളോടും വിശ്വാസികളോടുമൊത്ത് അങ്ങയുടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും മരിച്ചുപോയി നമ്മളെല്ലാ ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഇന്നത്തെ തിരുനാൾ കാരണഭൂതിയായ വിശുദ്ധ ഫൗസ്തീനാമ്മയോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശുനാഥനെ സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് പരമമായ ആരാധന നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവം തൻ്റെ കരുണ നമുക്കായി വെളിപ്പെടുത്തുന്നു. ആകയാൽ അവിടുത്തെ പിതാവേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളെ ഈ ദിനങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് അങ്ങയുടെ സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടില്ലണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ക്രിസ്തുനാഥൻ്റെ ശരീരരക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ.
പണ്ടൊരു നാളൊരു സമറിയൻ ജെറുസലേമിൻ വീഥിയിൽ ചേതനയറ്റ ശരീരവുമായി കണ്ടു കുലശത്രുവിനെ. പണ്ടൊരു നാളൊരു സമറിയൻ ജെറുസലേമിൻ വീഥിയിൽ ചേതനയറ്റ ശരീരവുമായി കണ്ടു കുലശത്രുവിനെ. നിലവിളി കേട്ടവരണോ നിറമിഴിയോടെ അണിവേരി. നിലവിളി കേട്ടവരണോ നിറമിഴിയോടെ അണിവേരി. കരുണയോടെ മുകൾ കഴുകി തുടച്ചു വിനയന നല്ല സമറിയനെ പോലെ ജീവിക്കാം. ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. മുൻപേ പോയൊരു ഗുരുവരൻ ലേവ്യനും ഉന്നത ചരിത്രം. മുൻപേ പോയൊരു ഗുരുവരൻ ലേവ്യനും ഉന്നത ചരിത്രം. കണ്ടു പക്ഷെ കാണാതെ മാറിയാകുന്നു പരിപാലിക്കാതെ പോയി പറഞ്ഞു. നല്ല സമറിയനെ പോലെ ജീവിക്കാം. ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. നല്ല സമറിയനെ പോലെ ജീവിക്കാം. ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. പണ്ടൊരു നാളൊരു സമറിയൻ ജെറുസലേമിൻ വീഥിയിൽ മുറിവേറ്റ തൻ കുലശത്രുവിനെ തുടരെ പാലിച്ചു. നല്ല സമറിയനെ പോലെ ജീവിക്കാം. ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. നല്ല സമറിയനെ പോലെ ജീവിക്കാം. ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. നമുക്ക് സ്തോത്രഗീതം ആലപിക്കാം. ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്താം. അങ്ങേക്കായി സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു. നിത്യസൈപിതാവാകുന്നു ദൂതന്മാരെ വരും സ്വർഗവാസികൾ സവരും. സ്വർഗവും പ്രവേശിക്കുന്നുണ്ട്. സ്വർഗ സംഗീതം സൈന്യാധീശനാദൈവം സംശുദ്ധം സംശുദ്ധം നിത്യം സംശുദ്ധം സംശുദ്ധം നിത്യം സംശുദ്ധം. കാത്തിടൂനാദായ ജനങ്ങളെ ആശിസേകളെ നിത്യവും നീ ഭരിക്കുക. ജനങ്ങളെ നദീവർക്കേകളെ നിത്യവും ഞങ്ങളെ വാഴ്ത്തും. നാമവും സദാ പവനനാമവും സദാ. ഇന്നു ഞങ്ങൾ പാപമേശയ അനുഗ്രഹം നൽകണേ. അർപ്പിച്ചു ലജ്ജിക്കയില്ല ഞാൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ദിവ്യദാനങ്ങളിൽ പങ്കുചേർന്ന് പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഫൗസ്തീനാമ്മയുടെ മാതൃകയാൽ യേശുവിൻ്റെ പരിത്യാഗം ഞങ്ങളുടെ ജീവിത ദുഃഖങ്ങളിലും രോഗങ്ങളിലും ഏറ്റെടുക്കുവാനും ഞങ്ങളുടെ ദുഃഖങ്ങളുടെ നടുവിലും യേശുവിൻ്റെ കരുണയെ പ്രഘോഷിക്കുവാനും ഈ ദിവ്യകാരുണ്യം ഞങ്ങൾക്ക് ശക്തി പകരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭഗവൻ ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞവളേ, കന്യാമറിയമേ, നിന്റെ സ്നേഹത്തിൽ കൊടുക്കും ഞങ്ങളിന്ന് ആശ്വസിക്കുന്നു. നിന്നിൽ ഞങ്ങൾ സമാശ്വസിക്കുന്നു. നന്മ നിറഞ്ഞവളേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളിന്ന് ആശ്വസിക്കുന്നു. നിന്നിൽ ഞങ്ങൾ സമാശ്വസിക്കുന്നു.